തലശ്ശേരി നഗരസഭയിലെയും വിവിധ പഞ്ചായത്തുകളിലെയും പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിനും മുനിസിപ്പൽ സ്റ്റേഡിയം സൗജന്യ നിരക്കിൽ കൈമാറുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തലശ്ശേരി നഗരസഭയിലെയും വിവിധ പഞ്ചായത്തുകളിലെയും ലക്ഷം വീട് കോളനികളടക്കം 200ഓളം കുടുംബങ്ങളുടെ പട്ടയപ്രശ്നം പരിഹരിക്കുന്നതിനും തലശ്ശേരി സ്റ്റേഡിയം സൗജന്യ നിരക്കിൽ തലശ്ശേരി നഗരസഭയ്ക്ക് കൈമാറുന്നതിനും സമയബന്ധിതമായ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൊക്ലി, കതിരൂർ, ന്യൂമാഹി പഞ്ചായത്തുകളിലെ 114 കുടുംബങ്ങളുടെയും തലശ്ശേരി നഗരസഭാ പരിധിയിലെ കുട്ടിമാക്കൂൽ, തിരുവങ്ങാട്, ചെള്ളക്കര, സംഭവ കോളനി എന്നിവിടങ്ങളിലെ 68 കുടുംബങ്ങളുടെയും പട്ടയപ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും അടിയന്തര യോഗം ചേർന്ന് തുടർ നടപടി സ്വീകരിക്കുന്നതിനും മെയ് മാസത്തിൽ പട്ടയം ലഭ്യമാക്കുന്ന നിലയിൽ സമയബന്ധിതമായി നടപടി സ്വീകരിക്കുന്നതിനും മന്ത്രി നിർദ്ദേശിച്ചു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തലശ്ശേരി നഗരസഭയ്ക്ക് സൗജന്യ നിരക്കിൽ VR കൃഷ്ണയ്യർ സ്റ്റേഡിയം കൈമാറണമെന്ന സ്പീക്കറുടെ നിർദ്ദേശം അംഗീകരിച്ച് തുടർ നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൌശികൻ, അഡീഷണൽ സെക്രട്ടറി ഷീബ ജോർജ് തുടങ്ങിയവർ നേരിട്ടും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, ജില്ലാ റവന്യൂ ഉദ്യോഗസ്ഥർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.